ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 11:50 ജസ്റ്റ് ഒരു 5 മിനിറ്റായി എൻട്രി എടുത്തിട്ട്. 11:45 എൻട്രി എടുത്ത് 56,600 കോൾ ഓപ്ഷൻ 140 ക്വാണ്ടിറ്റി 622.95 ആവറേജ് കിട്ടിയത്. നമുക്കൊരു എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ഉണ്ട്. ഞാനൊരു സ്റ്റോപ്പ് ലോസും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 606ഉം 607 ഇട്ടതും ഏകദേശം ഒരു 2000 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് ഇവിടുന്ന്. ഇതൊരു പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. ഇവിടുന്ന് ഒരു 672 എത്തുവാണെങ്കിൽ ഇപ്പോൾ ഒരു 641 642 കാണിക്കുന്നുണ്ട്. ഒരു 672 എത്തുവാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് പ്ലാൻ. സോ ചെറിയൊരു സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓവറോൾ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് ഒരു 3000 എബോവ് പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ തിരിഞ്ഞ് നമ്മളുടെ കോസ്റ്റിൻ്റെ അവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറിയൊരു സ്റ്റോപ്പ് ലോസാണ്. പിന്നെ ഇപ്പോൾ തിരിയുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടിയതായിരുന്നു. 3000+ എബോവ് 3000 പ്രോഫിറ്റ് കാണിച്ചതായിരുന്നു. ഓക്കെ, എനിവേയ്സ് കുഴപ്പമില്ല. അവിടെ നിന്ന് നല്ല റെഡ് ക്യാൻഡിൽ ഫോം ചെയ്താണ് താഴത്തേട്ട് വരുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട്. ആദ്യം നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഇങ്ങനെ എക്സിറ്റ് ചെയ്യുന്നതിനൊരു കാരണം കൂടിയുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഓവറോൾ നമ്മളൊരു 1400 ഒരു 1500 രൂപയുടെ അടുപ്പിച്ച് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് റാൻഡംലി ഇറങ്ങിയതല്ല, ഇറങ്ങാനുള്ളൊരു കാരണം കൂടിയുണ്ട്. അതിനും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റിൽ നമ്മളുടെ എൻട്രി എടുത്തത് എവിടെ ബ്രഷ് റൈറ്റ് ഈ ഒരു ലെവലിൽ വന്നപ്പോഴായിരുന്നു നമ്മളുടെ എൻട്രി എടുത്ത്. എക്സാക്ട്ലി ഈ ക്യാൻഡിലല്ല, തൊട്ട് ഇപ്പുറത്തെ ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എക്സാക്ട്ലി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കൺഫ്യൂഷൻ വേണ്ടതാ. ഈ ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത്. ഇവിടുന്ന് ഒരു 50 പോയിൻറ്റ്സ് ആയിരുന്നു വെച്ചിരുന്ന്. നല്ലൊരു മൊമെൻറ്റം കിട്ടി. അതിൻ്റെ താഴത്ത് ആ ക്യാൻഡിലിൻ്റെ താഴത്ത് തന്നെയായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച്. അത്രയും നല്ലൊരു മൊമെൻറ്റത്തിന് ശേഷം മാർക്കറ്റ് തിരിച്ച് വന്ന് സ്പോട്ട് വൈസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുമായിരുന്നു. എന്നാലും നമ്മുടെ പ്രീമിയം വൈസ് പിന്നെയും കുറേയും കൂടെ ബാക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാതെ മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ചെയ്ത് ഒരു 1500 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ലോസ് ബുക്ക് ചെയ്തത്. താങ്ക്